എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Queen of Cups, King of Pentacles, Empress, Lovers Energy, Seven of Wands, Two of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ നല്ലൊരു മാസം എന്ന് തന്നെ പറയാം. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സന്തോഷം തരുന്ന മാസമാണ്. ആദ്യം തന്നെ ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം സമാധാനം സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു എനർജി, ക്വീൻ ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം. കലാപരമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ ഒത്തിരി ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ്, അതായത് പല കാര്യങ്ങളും കാലേക്കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നടക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രവചിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു രീതി കാണാം. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ നിങ്ങൾ പറയുന്ന അതേപടി സംഭവ്യമാകുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറയാം. അപ്പോൾ ചില കാര്യങ്ങളൊന്നും തുറന്ന് പറയാതിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സംഭാഷണങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വളരെ അടുപ്പമുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെടുത്തി അതിന് സാധ്യതകൾ കുറവാണെന്നോ അല്ലെങ്കിൽ അതിൽ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ അതിൽ സാധ്യതയില്ല, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പൊതുവെ അതൊന്ന് നിങ്ങളിൽ വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്കത് കാണാൻ അറിയാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ചോദിക്കുന്നവർ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളോട് ചോദിക്കുന്നവരാണ് എങ്കിൽ ഓക്കെ, അവരോട് കാര്യങ്ങൾ പറയാം. പക്ഷെ അതല്ലാതെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ആളും തരവും നോക്കി ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ കരുനാക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് കാലേക്കുട്ടി കാണാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പഴി കേൾക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആളും തരം നോക്കി സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ല അച്ചട്ടാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാലത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവേ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇമോഷണലി സന്തോഷം മാനസികമായിട്ട് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള സന്തോഷവും കാണിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി അടുത്തതായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ലൈഫൊന്ന് മാറുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ബെറ്ററായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ലൈഫ് പർപ്പസ് അങ്ങനെ ഒരു എനർജി, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ലൈഫ് പർപ്പസ്. നിങ്ങളെങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. സാമ്പത്തിക കാര്യങ്ങളെ പ്രതി എടുത്ത് പറയുകയാണെങ്കിൽ ബിസിനസ് സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് സാധ്യതകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ കൃഷി തുടങ്ങുന്നുണ്ടോ, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു അല്ലെങ്കിൽ ചിലപ്പോൾ മഷ്റൂം കൃഷിയായിരിക്കും, അതായത് കൂൺ കൃഷി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതേപോലെ തന്നെ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട് മറ്റ് കൃഷികൾ വെച്ച് നോക്കുമ്പോൾ. അധികം വലിയ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ ഉണ്ടാക്കി വിൽക്കുന്നത്, ഇപ്പോൾ മെഴുകുതിരികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങുക, എന്നിട്ട് പിന്നെ വലിയൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള രീതിയിലാവാം. പലതരത്തിൽ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതോ അറിഞ്ഞിട്ടുള്ളതോ കാര്യങ്ങളായിരിക്കാം. പിന്നെ നിങ്ങളതൊരു വരുമാന മാർഗമാക്കി ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതും വളരെ തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷനാണ് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമാണ്. പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനും
ഒക്കെ പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം. അത് പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടിരിക്കുന്നവർക്ക് വലിയ ഭാരിച്ച പണിയൊന്നും ചെയ്യേണ്ട, ചെറിയ രീതിയിൽ എന്നാൽ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലും സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് എംപ്രസ് എനർജിയാണ്. അപ്പോൾ എംപ്രസ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്ന പ്രഗ്നൻസിയാണ്. ഇപ്പോൾ മാരേജ്, പ്രഗ്നൻസി അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഈ ഒരു മാസത്തിൽ പലരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് പലതും ചെയ്യാനുള്ള അവസരം, നിങ്ങളായിട്ട് പുതിയത് സൃഷ്ടിക്കുന്ന എനർജിയാണ്. അപ്പോൾ ബിസിനസ്സാണ് കൂടുതൽ കാണിക്കുന്നത്. എന്നിരുന്നാലും ഈവൻ ഒരു എന്താ പറയുക, ജോലിയിൽ മാറ്റാണ് ആഗ്രഹിക്കുന്നത്, പുതിയ ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, ടെമ്പററി പോസ്റ്റിലാണ് ഒരു ജോലിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് അതിൽ നിൽക്കുന്നു, പെർമനൻ്റ് ആക്കാൻ ഇതുവരെ എത്ര ശ്രമിച്ചിട്ടും അവിടെ പെർമനൻ്റ് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിനേക്കാൾ കൂടുതൽ മറ്റൊരു ജോലി നോക്കി സ്ഥിര വരുമാനമുള്ളൊരു ജോലിയോ നല്ലൊരു സാമ്പത്തികം നൽകുന്ന ഒരു ജോലിയോ നോക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ഇടങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അതിൽ മുന്നേറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നു, ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, അതിലുള്ള മാറ്റങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എംപ്രസ് എനർജി വളരെയധികം നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങൾ ഏത് രീതിയിലാണോ ജീവിതത്തെ കാണുന്നത് ആ ഒരു രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പവർ, നിങ്ങളുടെ ഒരു പൊസിഷൻ, അതോറിറ്റി, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കും. രാഷ്ട്രീയത്തിൽ സാധ്യതകളുള്ള സമയമാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവും വാക്ചാതുര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുന്നേറാൻ പറ്റിയ സമയമാണ്. വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ മേഖലകളിലൊക്കെ മുന്നേറാം. സാമ്പത്തികമായിട്ട് നല്ല ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകുന്നുണ്ട്, നല്ലൊരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത്. അതേപോലെ ലവേഴ്സ് എനർജിയാണ്. ഇപ്പോൾ പ്രണയവും വിവാഹവും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സമയമാണ്, അത് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി. ആ ഒരു എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒന്നത്, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാരേജ് സിറ്റുവേഷൻ, അതായത് വിവാഹമേ വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികൾ, ചില ആളുകൾ വിവാഹം റെഡി ആകുന്നുണ്ട്. അപ്പോൾ വിവാഹം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ, തൃപ്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്ന വിവാഹ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ മാറ്റങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതും, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നു. കുടുംബജീവിതം പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫിൽ ഒത്തിരി സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പ്രണയിതാക്കൾ തമ്മിലുള്ള ബന്ധം ദൃഢമാവുന്നു. കുട്ടികളുമായിട്ട് നിങ്ങളുടെ ബന്ധം ദൃഢമാകുന്ന സാഹചര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 7 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ പലപ്പോഴായിട്ട് ഈ ഒരു എനർജി, 7 ഓഫ് വോൺസ് എനർജി സൂചിപ്പിക്കുന്നത് ഒത്തിരി ശത്രുക്കൾ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ശത്രുക്കൾ അധികം നേടാൻ സാധ്യതയുള്ളൊരു മേഖല, തൊഴിൽ മേഖല പ്രത്യേകിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ ഒത്തിരി കോമ്പറ്റീഷനുള്ള മേഖലയാണ് നിങ്ങൾക്ക് ചുറ്റും. ഒത്തിരി കോമ്പറ്റീഷൻ നിങ്ങളുടെ വർക്ക് ഫീൽഡിലാണ് കൂടുതൽ ഇത് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ അതിൻ്റെ ഒരു ഭയം നിങ്ങൾക്കുണ്ടാകാം. ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾക്ക് ശത്രുതാപരമായിട്ടുള്ള പെരുമാറ്റമോ രീതികളോ അല്ലെങ്കിൽ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലൊക്കെയും നിങ്ങൾക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഒത്തിരി തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ഇവൻച്വലി അവസാനം വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ്. അത് ദൈവാനുഗ്രഹം വളരെയധികം നിങ്ങളിലുള്ള ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ 2 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ കുറേ ശ്രമിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അത് വിട്ട് കളയണോ തുടരണോ എന്നുള്ള ചിന്തയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി, രാഷ്ട്രീയത്തിലുള്ള ആളുകളാണെങ്കിൽ രാഷ്ട്രീയം അടുത്തു, അല്ലെങ്കിൽ വിട്ടുകളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ ആവാം. കാരണം ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഇതിന് പറ്റില്ല, സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്നൊക്കെ ചിന്തകളാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ പലതും വിട്ട് കളയാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ ഒരു മാസം ഗീവ് അപ്പ് ചെയ്യാനുള്ള സമയമല്ല. കാരണം ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും എന്താണ് നിങ്ങൾ ആക്ച്വലി ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തത കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനം എടുക്കുക. ഈ ഒരു മാസം തീരുമാനം എടുക്കേണ്ടുന്ന അവസരമല്ല എങ്കിൽ തീരുമാനം ഒഴിവാക്കുക, അടുത്ത മാസത്തേക്ക് വയ്ക്കാം, അടുത്ത വർഷത്തിലേക്ക് വയ്ക്കാം.
കാരണം ഇപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.